हिन्दुरक्षा ममादीक्षा. നമസ്തേ. ആദിപരാശക്തിക്ക് പല ഭാവങ്ങളും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഹാകാളി എന്നും മഹാലക്ഷ്മി എന്നും മഹാസരസ്വതി എന്നും മഹേശ്വരി എന്നും പ്രകീർത്തിക്കപ്പെടുന്ന അവിടുത്തെ 4 ഭാവങ്ങളെ കേട്ടറിവുണ്ടാകുമല്ലോ. ഈ 4 ഭാവങ്ങളിലൂടെയാണ് പ്രപഞ്ചത്തിൽ ഈശ്വരന്റെ മഹിമകൾ പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് മഹാകാളി ഭാവം? ആ ശക്തിയുടെ തീക്ഷ്ണമായ രൗദ്രഭാവമാണിത്. ഈ തീക്ഷ്ണമായ രൗദ്രഭാവത്തിന്റെ പ്രസക്തി എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. വ്യക്തിയിലും സമൂഹത്തിലും അധാർമികമായി കുടികൊള്ളുന്ന സർവ്വതിനെയും ശുദ്ധീകരിച്ച് ധർമ്മത്തിനെ മാത്രം നിലനിർത്തുന്ന ഈശ്വരന്റെ ഭാവമാണിത്. പൗരാണിക ഭാഷയിൽ അതിനെ മഹാകാളി എന്നും ചണ്ഡിക എന്നും പ്രകീർത്തിക്കുന്നു. മഹാലക്ഷ്മി എന്ന് പ്രകീർത്തിക്കുന്ന ഭാവം എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഐശ്വര്യത്തിന്റെയും ദിവ്യത്വത്തിന്റെയും കരുണാമൂർത്തി ഭാവമാണ്. ഐശ്വര്യമില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല. അതുപോലെ സരസ്വതി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വേദിയൊരുക്കുന്ന ശക്തി എന്നാണ് അർത്ഥം. നമ്മുടെ ശരീര പ്രാണഭാവമാണ് സരസ്വതിയായി പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ഏകമായി ആ ശക്തിയുടെ 4ാമത്തെ ഭാവത്തെ മഹേശ്വരി എന്ന് മഹത് പുരുഷന്മാർ പേര് പറഞ്ഞിരിക്കുന്നു. ജീവനെ സത്യത്തിലേക്ക് ഉയർത്താൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ആ ശക്തിയാണ്. അതായത് ശരീരത്തിന്റെയും പ്രാണന്റെയും മനസ്സിന്റെയും അപ്പുറത്തുള്ള ബോധത്തിന്റെ തലമാണത്. മഹസ്സിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ആ ശക്തി ജീവനെ ഊർജ ലോകത്തിലേക്ക് ആനയിക്കുന്നു. മഹസ്സിൽ സ്ഥിതി ചെയ്ത് പ്രപഞ്ച ചലനങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുന്നവനാവണം മനുഷ്യൻ. ഈശ്വര കൃപയാൽ നമ്മുടെ മനസ്സ് ശാരീരിക തലത്തിൽ നിന്നും പരിവർത്തനം വന്ന് മഹാമനസ്സിൽ, അതായത് ബോധതലത്തിൽ എത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം നാം അറിയുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആദിപരാശക്തിയുടെ ഭാവങ്ങളെയും അവൻ അറിയുന്നു. അത് ഉൾക്കൊണ്ട് തന്നെ ധർമ്മം ആചരിച്ച് ജന്മസാഫല്യം തേടേണ്ടവർ മനുഷ്യർ. വാസ്തവത്തിൽ ഈ പരമരഹസ്യം ഭൂമിയിൽ മൺമറഞ്ഞു പോയിരിക്കുന്നു. മൺമറഞ്ഞു പോയ ഈ മറ്റു രഹസ്യത്തെ തഥാ തന്നെ പ്രതിരൂപത്തിലൂടെ ഭൂമിയിൽ സ്ഥാപിക്കാൻ കാലം സന്ദർശനം ഒരുക്കുകയാണ്. അതായത് ഈ മഹായാഗത്തിന്റെ പ്രസക്തി എല്ലാ മക്കളും ഈ രഹസ്യത്തെ അറിയുക. ഇത് കാലപ്രവാഹത്തിലെ അത്ഭുതകരമായ മുഹൂർത്തമാണ്. യജ്ഞത്തിൽ ചണ്ഡിക എന്നാൽ ചണ്ഡികമായ ശക്തി വിശേഷം. സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാന അനുഗ്രഹലീലകൾ ഏത് ശക്തിയിൽ നിന്ന് ഉത്ഭവമാകുന്നുവോ ആ ശക്തി, ആ ആദിശക്തി തന്നെയാണ് ചണ്ഡിക എന്നറിയപ്പെടുന്നത്. ദേവി മഹാത്മ്യത്തിലെ 700 ശ്ലോകങ്ങളിലൂടെ ആ ശക്തിയുടെ മഹാത്മ്യത്തെ പ്രകീർത്തിച്ചിരിക്കുന്നു. യജ്ഞത്തിൽ ആ ശക്തിയോട് നാം അർത്ഥിക്കുകയാണ്. അവിടുത്തെ 4 ഭാവങ്ങളിലൂടെയും ആവിർഭവിച്ച് മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന എല്ലാ രൗദ്രങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ഭീകരതകളിൽ നിന്നും മറ്റും പോരായ്മകളിൽ നിന്നും മോചിപ്പിച്ച് അവനെ യഥാർത്ഥ മനുഷ്യനായി തീർക്കുന്നു. എല്ലാ അധർമ്മങ്ങളെയും അവിടുത്തെ രൗദ്രഭാവത്തിൽ പരിവർത്തനം വരുത്തി ധർമ്മത്തിന്റെ ആവിർഭാവത്തിന് ഞങ്ങളിൽ കാരുണ്യം ചൊരിയുന്നു. അധർമ്മത്തെ പരിവർത്തനം വരുത്തി ധർമ്മത്തെ സ്ഥാപിച്ച് ഒരു യഥാർത്ഥ മനുഷ്യ സമുദായത്തെ ഭൂമിയിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ യാഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ യജ്ഞത്തിന്റെ പ്രത്യേകതയും. ഹിന്ദുരക്ഷാ